മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഫ്ലാറ്റിൽ വന്നു. ലൈക്ക് അന്ന് ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 ഡേയ്സ് ആയിട്ടുള്ളൂ മാക്സിമം. ഞങ്ങൾ അവിടെ വന്നു. അവിടെ വന്ന് ഒന്ന് സെറ്റിലായി. അവിടെ സെറ്റിലായപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കാനാകെ 2 വീക്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോയി നിൽക്കലൊന്നും നടക്കത്തില്ല. അപ്പം ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഹോമുണ്ട് നാട്ടിൽ തന്നെ, ഗ്രീൻ ഏക്കേഴ്സിൽ. ഗ്രീൻ ഏക്കേഴ്സ് എന്നാണ് പേര്. എന്താണ്, ഒരു ചെറിയ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുകയാണ്. അതായത് അൻസിക്കയുടെ നാട്ടിൽ തന്നെയാണ്. ഉമ്മാനോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിൽ ഉമ്മ സമ്മതിക്കില്ല. ഉമ്മ അവിടെ ചെല്ലിയ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരു 2 ഡേയ്സ് ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞ് ഉമ്മ അടുത്തേക്ക് പോകും, തറവാട്ടിലേക്ക് പോകും. അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് ഗ്രീൻ ഏക്കേഴ്സിൽ. അപ്പാർട്ട്മെൻറ്റൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് എഴുന്നേറ്റു. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ അൻസക്കാക്ക് 1-2 മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി രാവിലെ തന്നെ കാക്കനാട്ടിന് പോവും, എറണാകുളത്തിന് പോവും. ഞങ്ങൾ കോതമംഗലാണ് സ്ഥലം. ഇവിടെ ഇന്ന് പകൽ എനിക്ക് വർക്കുണ്ട്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യും, പിള്ളേരിവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചീവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഭയങ്കര ഇവിടെ വന്നു കഴിയുമ്പം ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസാണ്. അപ്പം ഇവിടുത്തെ കൊച്ചു മൊമെൻറ്റ്സൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സത്യത്തിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് കുക്കറൊക്കെ വെച്ചേക്കണതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ചായ റെഡി. ചായ കുടിക്കുമ്പോൾ ബോയിൽഡ് എഗ്ഗ് കൊണ്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ എഗ്ഗ് ബോയിൽ ചെയ്തു. പിന്നെ കുറച്ച് ഏത്തപ്പഴം ഇങ്ങനെ റോസ്റ്റ് ചെയ്തില്ലേ, കുറച്ച് ഗീ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സാധനങ്ങളൊന്നും ഇല്ല. ലൈക്ക് നമ്മൾ വേണമെങ്കിൽ വാങ്ങി കുക്ക് ചെയ്യാം. ഇവിടെ എല്ലാം കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഞങ്ങളിന്നലെ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പയ്യെ കുക്കിങ്ങൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഇവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് നിന്നിട്ടില്ല. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പം മെയിനായിട്ടും ഞാൻ പറഞ്ഞില്ലേ, തറവാടിനടുത്തായതുകൊണ്ട് ഉമ്മ വിളിക്കും, അവിടെ പോകാം, അവിടെ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പിന്നെ ഞങ്ങളും അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. കാര്യം ഇത് പണി കഴിഞ്ഞു, ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നല്ലോ നിൽക്കണം. പക്ഷേ ഇത്ര ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ ടൈം കിട്ടാറുണ്ടായിരുന്നില്ല. അതാണ് കാര്യം. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് പർപ്പസും കൂടെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എയർബിഎൻബി അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സ്റ്റേക്കേഷനൊക്കെ നോക്കി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ താമസിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 30 ഡേയ്സ് ആയിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോറിൻ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവർ പോയതാണ്. അവർ പോയതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു 2 ഡേയ്സിലേക്ക് വന്നേക്കണത്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ലിയാമും ഹേസലും കടന്ന് ഉറങ്ങണം കേട്ടോ. ഇവിടെ ഒറ്റ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. പ്രത്യേകിച്ച് വലിയ ആഡംബരങ്ങളൊന്നുമില്ല, ഒറ്റ റൂമാണ്. അതിന് നമ്മൾ സ്റ്റുഡിയോ കോൺസെപ്റ്റിലേക്ക്. ഇതൊരു ബെഡ്, അവിടെ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്, ബാക്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ 2 മണ്ടന്മാരും കിടന്ന് ഉറങ്ങണമുണ്ട്. ഇത് സോഫ കം ബെഡാണ്. അപ്പം നമുക്ക് 4 ആൾക്കും ഇത് മോർ ദാൻ ഇനഫാണ്. പിന്നെ എന്താണ്, ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ലൈക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക്
നമുക്കൊരു കിച്ചണിൽ ഒരു വീട്ടിലൊക്കെ ആവശ്യം അതെല്ലാം ഒരു വീട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ റൂമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം ഭയങ്കര ഹെവി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണോ? ഞങ്ങൾ പൊതുവേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്ന് എത്തപ്പോഴും മുട്ടയൊന്നുമല്ല, എങ്കിലും ഈ പറഞ്ഞല്ലോ ഓവർനൈറ്റ് ഓട്സ് ലൈക്ക് വെരി റെയറായിട്ട് ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പുട്ട്, കടല, അപ്പം അതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊക്കെ കഴിക്കലുള്ളൂ. വീക്കെൻഡ്സിലായിരിക്കും കൂടുതലുണ്ടാവുള്ളൂ. എനിക്ക് ടൈം കൂടെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴേക്കും ആൻസൊക്കെ മീറ്റിങ്ങിൽ പോയി. ഇനിയിപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് വേറെ ഉണ്ടാക്കി ചൂടോടെ കൊടുക്കാം എന്ന് കരുതി. എനിക്ക് മുട്ട ഇഷ്ടമില്ല ഗൈസ്. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണോ? എനിക്ക് മുട്ട വേണ്ട. അങ്ങനെ അനസൊക്കെ പോണതാണ് ഈ കാണുന്നത്. ഇനി എനിക്ക് വർക്കിൽ കയറണം. ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു റിസോർട്ടിലൊക്കെ പോയിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. ട്യൂഷൻ ക്ലാസ്സിലാണ്. ഇപ്പോഴാണ് വർക്കും കുളിയൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായത്. എന്താണ് ഉച്ച കഴിഞ്ഞപ്പം നൗഫലിൻ്റെ വൈഫ് സുന്ദയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വർക്കിൽ നല്ല സ്ട്രെസ്സിലായിരുന്നു. ലഞ്ച് ഞങ്ങൾ ഒരു മന്തി ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവിടെ രഞ്ജീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആൾ ഞങ്ങൾക്ക് വാങ്ങി തന്നു. പിന്നെ എന്താ ഇനി ഡിന്നറ് ഞാൻ ചിക്കൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ റോസ്റ്റും ചപ്പാത്തി ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇതാണ് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചെന്ന് പറഞ്ഞത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചിക്കൻ റോസ്റ്റ് ആക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ അൻസുകാട് മാമയുടെ ഒരു ഉമ്മയുടെ തറവാട്ടിലൊന്ന് പോണെയാണ് കേട്ടോ. അവർ നാളെ അവിടുത്തെ മാമ നാളെ ഇവിടെ പോവാ, സൗദിക്ക് തിരിച്ചു പോവാ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് അവരുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെയൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇനി ഒന്നുമില്ല, ഉറങ്ങണം. ഹേസലും ലിയാം ഇപ്പോഴും ഉറങ്ങുന്ന പ്ലാനൊന്നും ഇല്ലയെന്ന് തോന്നണം. ഓൾറെഡി കിടന്നു. ലിയാം ഇവിടെ ബാംഗ്ലൂർക്ക് പോകാനുള്ള ടിക്കറ്റ് നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഹേസൽ രാത്രിയിൽ ഒരു ഡൽഗോണ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹേസൽ എന്താ ഇടി നിന്റെ ഡൽഗോണ കോഫി തീർന്നോ? നോക്കട്ടെ. ഇവിടെ എക്സ്പോർട്ടാട്ടോ ഡൽഗോണ കോഫി. ഈ സ്ട്രെയിനർ വെച്ചിട്ടാണ് അവൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഡൽഗോണ കോഫിയുടെ വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ.